ഇടുക്കി നെടുങ്കണ്ടത്ത് മോഷണശ്രമത്തിനിടെ വീട്ടമ്മയെ അജ്ഞാത സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. പാറത്തോട് മേട്ടയിൽ പ്രാവികയിലും വീട്ടിൽ രോഹിണിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. മേട്ടയ്ക്കൽ സ്കൂളിന് സമീപത്തുള്ള ഇവരുടെ കൃഷിയിടത്തിൽ ഏലക്കായ വിളവെടുക്കുകയായിരുന്ന വീട്ടമ്മയുടെ പിന്നിൽ നിന്ന് ഒരാൾ കയ്യിൽ ചെളിയും മണ്ണും നിറച്ച ബലമായി കണ്ണും മുഖവും പൊത്തി. ഇതിനിടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾ 1 പവനോളം തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിക്കാൻ ശ്രമിച്ചു. ആക്രമണം തടയുന്നതിനിടെ രോഹിണിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിൽ യുവതിയുടെ വലതു കൈക്ക് ഗുരുതര പരിക്കേറ്റു. നിലവിളിച്ച യുവതിയെ തള്ളി താഴെയിട്ട അക്രമികൾ കടന്നുകളയുകയായിരുന്നു. കറക്റ്റ് ഒരു 3:15 സമയമായപ്പം ഒരു ഒച്ച മാത്രം കേൾക്കാം. നല്ല മഴയായിരുന്നു. ആ സമയത്ത് ഒരു കുഞ്ഞു കുട്ടി കാറിന് പോലെ ഇരുന്ന് കുറെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. നമുക്ക് അവിടെ മഴ ആയതുകൊണ്ട് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്വരം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നോന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ അപകടം സംഭവിച്ച രോഹിണിയാണ് കരഞ്ഞുകൊണ്ട് കയറി വരുന്നതെന്ന്. നോക്കിയപ്പോൾ കയ്യിൽ നല്ല മുറിവുണ്ടായിരുന്നു. അപ്പൊ എന്താ പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ പറമ്പ് പണിയായിരുന്നു. ആ സമയത്ത് പുറകിൽ നിന്ന് വന്ന ആരോ ചെളി എടുത്ത് കയ്യിൽ വാരി തേച്ച് മുഖത്തേക്ക് മൂടി പിടിച്ച് എന്നെ കത്തി കൊണ്ട് കഴുത്തിലേക്ക് കുത്താൻ ശ്രമിച്ചു. ഞാൻ തട്ടി മാറ്റിയപ്പോൾ കയ്യെ കൊണ്ടിട്ട് എന്നെ കണ്ണ് ഫുള്ള് മണ്ണായിപ്പോയി, കാണാനും പറ്റിയില്ല. എന്നെ ഉരുട്ടി താഴേക്ക് ഇട്ടെന്നാണ് രോഹിണി പറഞ്ഞത്. നിലവിളി കേട്ടെത്തിയ അയൽക്കാരിയാണ് യുവതിയെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ ഈ നമ്മുടെ ഭാഗത്ത് ഇതുപോലെ കുറെ ശല്യങ്ങൾ നടക്കാറുണ്ട്. ഇത് ആദ്യത്തെ സംഭവം അല്ല, ഇതുപോലെ നേരത്തെ നടക്കുന്നുണ്ട്. നേരത്തെ ഒരു അമ്മച്ചിയെ സ്വർണം മാല പറിക്കാൻ വേണ്ടി ഒരാൾ പുറകെ പോയി കണ്ണടച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മയക്കുമരുന്നും കഞ്ചാവും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. കൈയിന്റെ ഞരമ്പുകൾ മുറിഞ്ഞ ഗുരുതര പരിക്കേറ്റ യുവതിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.